തിരിച്ചടിയായിരിക്കുന്നു. LDF-ന് ഭരണം നഷ്ടമായി. UDF അവിശ്വാസം പാസായി. 9-നെതിരെ 11 വോട്ടുകൾക്ക് അവിശ്വാസം പാസായത്. LDF അംഗമായിരുന്ന നുസൈബ സുധീർ UDF-നെ പിന്തുണച്ചു. PV അൻവറിന്റെ ഇടപെടലിലാണ് ഈ ഒരു കൂറുമാറ്റം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അഷ്കർ, കൂടുതൽ വിവരങ്ങൾ. ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാസ്സായിരിക്കുകയാണ്. 9-നെതിരെ 11 വോട്ടുകൾക്കാണ് UDF-ന്റെ അവിശ്വാസ പ്രമേയം ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഈ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 3ാം തവണയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ ഭരണമാറ്റം അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഇരു മുന്നണികൾക്കും തുല്യ കക്ഷികളായതോടെ UDF PV അൻവർ ഇപ്പോൾ ചുങ്കത്തറയിൽ UDF ഭരണം പിടിച്ചിരിക്കുകയാണല്ലോ. ഒരു സമ്മാനം കൂടി കൊടുത്തു, അത്രയേ ഉള്ളൂ. സംഘർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം. അതെ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇനിയും സമ്മാനങ്ങൾ വരും, അതാണ് സാഹചര്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പഞ്ചായത്ത് കൂടി ഇപ്പോൾ LDF-ന് നഷ്ടമാകും. തീർച്ചയായിട്ടും ഇനിയും പല പഞ്ചായത്തുകളിലും മാറ്റം വരും, കേരളത്തിൽ പല സ്ഥലങ്ങളിലും മാറ്റം വരും. ഇതൊരു ആന്റി പിണറായിസാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും കാണുന്നു. ഇതാണ് സ്ഥിതി. 397 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ കർണായി പഞ്ചായത്തിൽ നമ്മൾ ജയിക്കുന്നത്. ഇതാണ് സാഹചര്യം. ഏതായാലും ആഹ്ലാദ പ്രകടനമാണ്. അതുപോലെ DCC പ്രസിഡന്റ് VS ജോയി, അതുപോലെ തന്നെ KPCC സെക്രട്ടറി ആര്യാടൻ ചൊക്കത്ത്, അതുപോലെ PV അൻവർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ UDF-ന്റെ പ്രവർത്തകർ അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളും പ്രകടനവുമായി നീങ്ങുന്നത്. ചുങ്കത്തറ അങ്ങാടിയിലൂടെ പ്രകടനമായി നീങ്ങുകയാണ്. വലിയ ആഹ്ലാദ പ്രകടനവും ഈ ഘട്ടത്തിൽ നടക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെ ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കം തന്നെ ഈ ഘട്ടത്തിൽ നടത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് രാവിലെ കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു ഇപ്പോൾ LDF പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TP റീനയ്ക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ അത് വലിയ തോതിൽ കലാശത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, രാവിലെ LDF-ന്റെ UDF-ന്റെ പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായ ഏറ്റുമുട്ടലുകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം പൂർത്തിയായിരിക്കുന്നത്. മാത്രമല്ല, അത് അവിശ്വാസ പ്രമേയം നടക്കുന്ന പഞ്ചായത്ത് ഹാളിൽ പോലും ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയ് നമ്മുടെ കൂടെ. ഇപ്പോൾ LDF-ന് ഭരണം നഷ്ടമായിരിക്കുകയാണല്ലോ. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കുതിരക്കച്ചവടത്തിലൂടെ പിടിച്ചെടുത്ത ചുങ്കത്തറ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കൂത്താട്ടുകുളം മോഡലിൽ ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ എല്ലായിടവും 18 അടവും പയറ്റി ചാണകവെള്ളവുമായി ബോർഡ് യോഗത്തിൽ CPM-ന്റെ മെമ്പർമാർ വന്ന് UDF-ന്റെ മെമ്പർമാരുടെ ദേഹത്തേക്ക് ചാണകവെള്ളവും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു. PV അൻവർ MLA-യെ പോലും ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം ചായ കുടിക്കാൻ കയറിയ ഹോട്ടലിലേക്ക് പോലും കയറി അക്രമം അഴിച്ചുവിടാനാണ് CPM ശ്രമിച്ചത്. ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യാനാണ് ശ്രമിച്ചത്. കേട്ടുകേഴ്വിയില്ലാത്ത കാട്ടുനീതിയാണ് ചുങ്കത്തറയിൽ നടന്നത്. ബോർഡ് യോഗത്തിലേക്ക് CPM-ന്റെ മെമ്പർമാർ, വനിതാ മെമ്പർമാർ ബാഗിൽ ചാണകവെള്ളം നിറച്ചു കൊണ്ടുവന്ന് UDF-ന്റെ വനിതാ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് ചാണകവെള്ളവും മറ്റ് മാലിന്യങ്ങളും ഒഴിച്ച് 3 മണിക്കൂർ വലിച്ചു നീട്ടി ചർച്ച കൊണ്ടുപോയി വസ്ത്രാക്ഷേപം പോലും നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, കൂത്താട്ടുകുളം മോഡലിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. PV അൻവർ MLA ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയ MLA-യെയും മെമ്പറുടെ ഭർത്താവിനെയും ഒക്കെ ആക്രമിക്കാൻ, അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ CPM-നോട് പറയുന്നു, ചുങ്കത്തറയിൽ നിങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ പിടിച്ചെടുത്ത ഈ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റ് പഞ്ചായത്തുകൾ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൽ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും. PV അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത
മുഴുവൻ പഞ്ചായത്തുകളും PV അൻവറിലൂടെ തന്നെ പിണറായിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഒരു തർക്കവുമില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, PV അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. ജനാധിപത്യത്തിലെ കൂട്ടക്കൊല ചെയ്യാൻ നടത്തിയ CPM-ന്റെ കാട്ടുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്കത്തറയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം കരുളായിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരുളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 60-ൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ 397 വോട്ടുകൾക്ക് ഞങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞു. ഇത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ്. ഒരേ ദിവസം ചുങ്കത്തറയിലും കരുളായിലും CPM-ന് ലഭിച്ചിരിക്കുന്നത് ഇരട്ട പ്രകടനമാണ്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ടി മധുരമാണ്. തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്.